വെറും 65 പോയിന്റില് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയൻ PR വിസ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പോയിന്റ്സ് കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക റാദർ ദാൻ പുട്ടിങ് എ പ്രോപ്പർ ആപ്ലിക്കേഷൻ. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, പോയിന്റ്സ് കുറെ കൂട്ടി വെക്കുക എന്നുള്ളതല്ല കാര്യം, നല്ല രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അതാണ് നിങ്ങളുടെ ഓസ്ട്രേലിയൻ വിസയുടെ കീ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ വിളിക്കാൻ പോകുന്നത് 65 പോയിന്റ് മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ആയിട്ടുള്ള പ്രൈസി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനെയാണ്. ഒന്ന് കേട്ട് നോക്കൂ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. അതിനുശേഷം വെയിറ്റ് ചെയ്തിരിക്കാതെ ഉടൻ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ, ഹായ് പ്രൈസി, ഗുഡ് മോർണിംഗ്. ഫ്ലൈ വേൾഡിൽ നിന്നാണ്, ഡാനിയലാണ് വിളിക്കുന്നത്. എന്തുണ്ട് വിശേഷം? ഓസ്ട്രേലിയക്ക് പോയാലോ? വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. വിക്ടോറിയക്കാണ് പോകുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, വിസ അവിടെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? നമ്മുടെ ലോയേഴ്സ് ആരെങ്കിലും വിളിച്ചായിരുന്നോ? വിളിച്ചില്ല, ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുകയും മാർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഫ്ലൈ വേൾഡിന്റെ എപ്പോഴും ഞങ്ങൾ ഇത് സ്റ്റാറ്റസ് നോക്കാറുണ്ട്, ഫേസ്ബുക്ക് നോക്കാറുണ്ട്. ഓക്കെ, ഡാനിയലിന്റെ എല്ലാ കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഒത്തിരി സാറ്റിസ്ഫൈ. ഫ്ലൈ വേൾഡിന്റെ മൊത്തത്തിൽ തന്നെ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ അപ്രോച്ചബിൾ ആണ്. എല്ലാം കറക്റ്റ്. നമുക്ക് ഇത് പറയാനുള്ള അവസരം ഞാൻ തരാം, ഒരു മിനിറ്റ്. ഞാന് എന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. നമ്മളങ്ങനെ നമുക്കൊന്നും. എനിക്ക് ആക്ച്വലി കോൾഡും കഫുമാണ്. ആക്ച്വലി എനിക്ക് ത്രോട്ട് ക്ലിയർ അല്ല, സംസാരം അങ്ങനെ വന്നേ. ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. ഞാനിപ്പോ നമ്മുടെ വിസ ഗ്രാൻഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ എനിക്ക് ഒരൊറ്റ കാര്യമാണ് എനിക്ക് പ്രൈസിയോട് ചോദിക്കാനായിട്ടുള്ളത്. അതായത് എല്ലാ ആൾക്കാരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ, ഒത്തിരി പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. പ്രൈസിയുടെ കേസിൽ സത്യത്തിൽ 50 പോയിന്റ് ആണ് പ്രൈസിയുടേതായിട്ട് പ്രൈസിക്കുള്ളത്. 15 പോയിന്റ് ഓസ്ട്രേലിയയുടെ റീജിയണൽ ഏരിയ തന്നിട്ടുള്ള പോയിന്റാണ്. ഇങ്ങനെ പോയിന്റ് കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പ്രൈസിയുടെ എക്സാമ്പിളിൽ നിന്ന്, ഉദാഹരണത്തിൽ നിന്ന് പ്രൈസിക്ക് പറയാനായിട്ടുള്ളത്? എനിക്ക് പോയിന്റ് കൂട്ടാൻ വേണ്ടിയുള്ളവരോട് ഒരിക്കലും മടിക്കരുത്. നമ്മള് ട്രൈ ചെയ്യുക. നമ്മൾക്ക് സക്സസ് ആണ്. ഫ്ലൈ വേൾഡ് ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മടിക്കരുത്. ഞാൻ എന്റെ ഏജും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിലൊന്നും മടിച്ചെങ്കിലും പിന്നെ ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് ഓക്കെ നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചാണ് പോസിറ്റീവ് വേയിൽ തന്നെ ഒപ്റ്റിമിസ്റ്റിക് വേയിൽ തന്നെ എടുത്തു ഞാൻ. അപ്പം ഫ്ലൈ വേൾഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പേപ്പേഴ്സിനും എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ എനിക്ക് പലതും അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം സക്സസ് പോസിറ്റീവ് വേയിൽ ഒരു മടിയും കൂടാതെ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. അതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പോയിന്റ് കുറവായിരിക്കും, ഇൻവിറ്റേഷൻ കിട്ടുമോ, നമ്മൾ കൊടുക്കുന്നുണ്ട്, കാര്യമുണ്ടോ, ഏജ് ഇത്രയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നും പറഞ്ഞു 65 പോയിന്റ് എന്നുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓസ്ട്രേലിയൻ വിസയുടെ ഒരു കീ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഫ്ലൈ വേൾഡ് പറഞ്ഞതുപോലെ തന്നെ PR കിട്ടുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതെ, ഇത് റെക്കോർഡഡ് ആണ്. നമ്മുടെ ഓൺലൈൻ ചാനലിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഓക്കെയാണ്. അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂ ഞങ്ങൾക്ക് എന്താണെങ്കിലും തരണം അവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട്, ഫാമിലി ആയിട്ട്. അത് വേറെ കാര്യം. ഇത് ഞാനൊന്ന് ലൈവില് ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ എപ്പോഴും വിസ കിട്ടി കഴിയുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് ലൈവിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീം വിളിക്കും, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഫാമിലിയോടും പറയാ വി ആർ സോ ഹാപ്പി അബൌട്ട് യു. നല്ലൊരു ജീവിതം ഓസ്ട്രേലിയ ചെന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കുടുംബമായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഇപ്പൊ നിങ്ങള് സംസാരിച്ചത് പ്രൈസിയുടെ അടുത്താണ്. അപ്പോൾ പ്രൈസിയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. PCCയുടെ കാര്യത്തിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷം ഏജിൽ വരെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഇൻഎലിജിബിൾ ഏജിലോട്ട് വരെ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് കേസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഫ്ലൈ വേൾഡ് വിൽ ബി വിത്ത് യു ടിൽ യു ഗെറ്റ് ദ പെർമനന്റ് റെസിഡൻസ്.